ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നിർജ്ജല ഏകാദശി. നിർജ്ജല ഏകാദശി എന്ന് പറയുമ്പോൾ തന്നെ ജലം പോലും കുടിക്കാതെ അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതത്തെയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും നാളെ മുഴുവനായും ഒരു ദിവസത്തിൽ മുഴുവനായും ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഏകാദശി വ്രതം എത്രമാത്രം പുണ്യമാണ് എന്നുള്ള കാര്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് നിർജ്ജല ഏകാദശി വ്രതം ആചരിക്കേണ്ടത്. അതിനാൽ തന്നെ ഈ വ്രതം ഏറ്റവും കൂടുതൽ കർശനവും പവിത്രവുമാണ്. ഈ ദിവസത്തിൽ വെള്ളത്തിൽ വിശ്രമിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുക മാത്രമല്ല, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക എന്നതെല്ലാം തന്നെ പുണ്യമായ പ്രവർത്തികളിൽ ഉൾപ്പെടുന്നതാണ്. ഹിന്ദു വർഷത്തിലെ ശേഷിക്കുന്ന 23 ഏകാദശികൾ അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പോലും ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ദീർഘ ആയുസ്, മോക്ഷം, അതുപോലെ തന്നെ ഐശ്വര്യം, ആനന്ദം എന്നിവയെല്ലാം വന്നു ചേരുന്നതായിരിക്കും. ഈ ഏകാദശി ദിവസത്തെ ഭീംസേനി ഏകാദശി, പാണ്ഡവ നിർജ്ജല ഏകാദശി, പാപനാശിനി ഏകാദശി എന്ന പേരുകളിലും അറിയപ്പെടുന്നു. പത്മപുരാണം, ഭാഗവത പുരാണം, നാരദ പുരാണം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ തന്നെ നിർജ്ജല ഏകാദശി ആചരിക്കുന്നത് മറ്റെല്ലാ ഏകാദശി ആചരിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങളും നൽകുമെന്നാണ് മഹർഷിയായ വേദവ്യാസൻ പറയുന്നത്. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയിൽ 11ാം ദിവസം ഈ വ്രതം ആചരിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ എല്ലാവരെ കൊണ്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അധികം പേരും മരുന്നുകൾ കഴിക്കുന്നവരും വിശപ്പുകൾ താങ്ങാൻ പറ്റാത്തവരും അതുപോലെ തന്നെ നമുക്ക് ജോലി തിരക്കുകളും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ നമുക്ക് വെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായ ഒരു കാര്യമാണ്. എങ്കിലും ഭാഗികമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നാളെ അങ്ങനെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി അഥവാ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് പക്ഷേ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം വേണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ മുഴുവനായും ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ ക്ഷേത്ര ദർശനം നടത്തുക. മാത്രമല്ല ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് നാളെ വരുന്ന ഈ നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. ആദ്യം ഏകാദശി തിഥി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് പറയാം. കാരണം വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ ഏത് സമയത്താണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും. നാളെ ജൂൺ മാസം 6ാം തീയതി വെള്ളിയാഴ്ച അതിരാവിലെ 2:18 ഏകാദശി തിഥി ആരംഭിക്കുകയും ഏകാദശി തിഥി അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ മാസം 7ാം തീയതി 4:48 ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാരണ സമയം എന്ന് പറയുന്നത് ജൂൺ മാസം 7ാം തീയതി 1:43 മുതൽ 4:30 വരെയുള്ള സമയമാണ്. അതായത് ഏകദേശം 2 മണിക്കൂർ 46 മിനിറ്റ് വരെ പാരണ സമയം വരുന്നുണ്ട്. ഇതെല്ലാം ഏകാദശി തിഥി അനുഷ്ഠിക്കുന്നവർ നോക്കേണ്ട സമയമാണ്. പക്ഷേ ഏകാദശി തിഥി അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാന്റെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ഒരു 9 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം മാത്രം കുളിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ചൊല്ലുവാനായിട്ട് കുളിക്കണമെന്നോ പൂജാമുറിയിൽ കയറണമെന്നോ ദീപം തെളിയിക്കണമോ എന്നൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മറിച്ച് നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കൂടാതെ തന്നെ നാളെ വെള്ളിയാഴ്ചയും ഏകാദശി തിഥിയും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഗരുഡ ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ നാരായണ സ്വാമിയുടെ അനുഗ്രഹത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. അതിനാൽ മഹാലക്ഷ്മി ദേവിയെയും ഗരുഡ ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 9 പ്രാവശ്യം ചൊല്ലേണ്ടത്. രാവിലെ 9 തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീടും നാളെ മുഴുവനായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ ഒരു മന്ത്രം ചൊല്ലാം. മന്ത്രം ഇതാണ്: ഓം സർവപാലകായ നമഃ, ഓം സർവപാലകായ നമഃ,
ഓം സർവപാലകായ നമ എന്നുള്ള മന്ത്രമാണ് നാളെ രാവിലെ ഉണർന്നതും 9 പ്രാവശ്യവും പിന്നീട് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി ദീപമെല്ലാം തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാലും ഇല്ലെങ്കിലും നാളെ വൈകുന്നേരം വരെയും അല്ലെങ്കിൽ നാളെ മുഴുവനായും സമയം കിട്ടുമ്പോഴെല്ലാം ഈ മന്ത്രം നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇനി അഥവാ നമുക്ക് ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രമോ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമോ നമുക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ്. അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ നന്മകൾ നൽകുന്ന ഒന്നാണ്. ഇനി ചിലരുടെ സംശയമാണ്, പുലവാലായ്മയുണ്ട്, പീരിയഡ്സ് ആണ്, ഞങ്ങൾക്ക് പൂജകൾ ചെയ്യുവാനോ ക്ഷേത്ര ദർശനം നടത്തുവാനോ സാധിക്കില്ല, ഞങ്ങൾക്ക് ഓം സർവപാലകായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ലോകത്തെ തന്നെ രക്ഷിക്കുന്ന ഭഗവാന്റെ ഈ ഒരു തിരുനാമത്തെ നമുക്ക് എല്ലാവർക്കും മനസ്സുരുകി പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സർവപാലകനായ ശ്രീകൃഷ്ണ ഭഗവാന് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കി തരുന്നതായിരിക്കും. ഇനി നാളെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം, ഏതൊരു നല്ല കാര്യങ്ങളാണെങ്കിലും ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾക്ക് അതിവിശേഷമാണ്. അതിൻ്റേതായ പ്രധാനം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് നിർജ്ജല ഏകാദശി ദിവസമായ നാളെ വരുന്നത്. ഈ ദിവസത്തിൽ നമ്മൾ ദാനം ചെയ്യേണ്ട സാധനങ്ങൾ ഭക്ഷണം, വസ്ത്രം, വെള്ളം, കിടക്കകൾ, അതുപോലെ തന്നെ മനോഹരമായ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന നമുക്ക് മനസ്സിന് ഏറ്റവും പോസിറ്റീവ് എനർജി തരുന്ന ഏതെങ്കിലും ഒരു സാധനങ്ങൾ, കുടകൾ എന്നിവയെല്ലാം ദാനം ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ദാനമായി വാങ്ങിക്കൊടുക്കാം. ഇനി നിർജ്ജല ഏകാദശിക്ക് ത്രിവിക്രമ ഏകാദശി എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. ആ ഒരു ചെറിയ കഥ കൂടി ഞാൻ ഇവിടെ പറയാം. ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ കഥ ഭാഗവത പുരാണത്തിലെയും പത്മപുരാണത്തിലെയും പുണ്യഗ്രന്ഥങ്ങളിലാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ മഹാബലി രാജാവ് ദിവ്യലോകത്തെ പോലും മറികടന്ന് സദ്ഗുണപൂർണമായ ശക്തിയോടെ ആ ഒരു നാട് ഭരിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തി വളരെയധികം വർദ്ധിച്ചു വന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി, ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തുവാൻ തന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ള, അല്ലെങ്കിൽ അതൊരു നിസാര കാര്യമായി നമുക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു ചിന്ത മഹാബലിയുടെ മനസ്സിൽ കുടിയേറിക്കൊണ്ടിരുന്നു. ഈ ഒരു ധാരണയോടുകൂടി തന്നെ ദേവന്മാരോട് തൻ്റെ കഴിവ് പരീക്ഷിക്കുവാനും പ്രകടിപ്പിക്കുവാനുമായി ഭഗവാൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കാനാണ് പ്രേരിപ്പിച്ചത്. ഇതെല്ലാം കണ്ട് നെട്ടിത്തെറിച്ചു നിൽക്കുന്ന ദേവേന്ദ്രൻ്റെ അമ്മയോട് കശ്യപ മഹർഷി പറയുന്നു, തൻ്റെ പുത്രനെ രക്ഷിക്കുവാനായിട്ട് പയോവ്രതം എന്നറിയപ്പെടുന്ന ഒരു പവിത്രമായ തപസ് അനുഷ്ഠിക്കുവാനായിട്ട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രൻ്റെ അമ്മയുടെ ഭക്തിയും ദേവന്മാരുടെ പ്രാർത്ഥനയും മാനിച്ച് വിഷ്ണു ഭഗവാൻ അതിഥിയിൽ ജനിച്ച വാമനൻ എന്ന കുള്ളനായി അവതരിച്ചു. മഹാബലി രാജാവാകട്ടെ തന്നെ തോൽപ്പിക്കുവാൻ ആരും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെ തൻ്റെ രാജ്യത്ത് നടത്തിയ മഹത്തായ യജ്ഞത്തിനിടെ വാമനൻ തൻ്റെ കുള്ളൻ വേഷത്തിൽ അദ്ദേഹത്തെ സമീപിച്ച് 3 ചുവടുകൾ മാത്രം ഭൂമി ആവശ്യപ്പെട്ടു. ഈ വരം ആവശ്യപ്പെടുന്നത് ഭഗവാൻ വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ മഹാബലി രാജാവ് ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ വാമനൻ്റെ അപേക്ഷ അംഗീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. അതിശയം എന്ന് പറയട്ടെ, കുള്ളൻ വാമനൻ 3 ചുവടുകൾ വയ്ക്കുന്നതിനായിട്ട് തൊട്ടു മുമ്പ് ഒരു ഭീമാകാരമായ ഒരു ഭീമനായി രൂപാന്തരപ്പെട്ടു. ആദ്യ ചുവടുവയ്പ്പിൽ അവൻ ഭൂമിയുടെ മുഴുവൻ വിസ്തൃതിയും അപഹരിക്കുകയും രണ്ടാമത്തെ ചുവടുവയ്പ്പിലാകട്ടെ ആകാശത്തെ മുഴുവൻ തൻ്റെ കൈവശപ്പെടുത്തുകയും ഇനി മൂന്നാമതായി ചുവടുവയ്ക്കുവാൻ സ്ഥലമില്ല എന്ന് വാമനൻ മഹാബലിയോട് പറയുകയാണ് ചെയ്തത്. മഹാബലി രാജാവിന് അറിയാമല്ലോ, വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മഹാബലി എളിമയുടെ പ്രകടനമായി രാജാവ് വാമനൻ്റെ 3ാമത്തെ ചുവടുവയ്പ്പിന് ഒരു പീഠമായി സ്വന്തം തല സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വാമനൻ രാജാവായ മഹാബലിയുടെ മേൽ ചവിട്ടി പാതാളത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളുകയും അതുവഴി പാതാള സാമ്രാജ്യം കീഴടക്കുവാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ മഹത്തായ പ്രകടനം ത്രിവിക്രമ എന്നും അറിയപ്പെട്ടു. ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ നേടിയെടുത്തു എന്നുള്ള ഒരു അഹങ്കാരം ഒരിക്കലും നമ്മുടെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് തന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്.
തന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തിരിച്ചെടുക്കുവാനും ഭഗവാന് അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എളിമയുടെ പര്യായമായി ജീവിക്കണമെന്നാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് ഏതൊരു മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും ത്രിവിക്രമായ നമഃ എന്നുള്ള മന്ത്രം തുടർച്ചയായി ചൊല്ലുക. എത്ര തവണ വേണമെങ്കിലും നാളെ ഈ ഒരു മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. മനസ്സിൽ എളിമയോടുകൂടിയും ഭക്തിയോടുകൂടിയും ഭഗവാനെ സ്മരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന് ഉറപ്പായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ക്ഷേത്ര ദർശനം നടത്തുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, മന്ത്രജപങ്ങൾ ചൊല്ലുക, അതുപോലെ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുവാനും ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ പാരായണം ചെയ്യുവാനുമായി സമയം കണ്ടെത്തുക. ജോലി തിരക്കുകളാണ്, അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് മറന്നുപോയി എന്നൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. ഉറങ്ങുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും മനസ്സിൽ ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ മതി. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഉറപ്പായും സ്വീകരിക്കും. അതിനാൽ തന്നെ നാളെ മറക്കാതെ ഈ മന്ത്രജപങ്ങളെല്ലാം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേർ കാണുന്നുണ്ട്. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.